ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ലിജീസ് വ്ളോഗ്സിലേക്ക് സ്വാഗതം. ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറഞ്ഞാൽ ഇന്ന് ഞങ്ങൾ ഫാമിലി അതുപോലെ തന്നെ അനിയത്തി ഫാമിലി, ഞങ്ങൾ രണ്ട് ഫാമിലിയും കൂടെ ചെറിയൊരു ടൂർ നമ്മൾ പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നു മുൻപേ തന്നെ. അപ്പോൾ ആ ടൂറിനായിട്ട് പോകണം. അപ്പോൾ പോകുന്ന എവിടേക്കെന്ന് വെച്ച് കഴിഞ്ഞാൽ ബാംഗ്ലൂർ, മൈസൂർ, ഊട്ടി, കൂർഗ്, അങ്ങനെ ഇത്രയും സ്ഥലങ്ങളിലേക്കാണ് പോകുന്നത്. അപ്പോൾ ബാംഗ്ലൂർ അധികം കറക്കൊന്നുമില്ല. നമ്മൾ ഇന്ന് വൈകുന്നേരം ഇവിടെ നിന്ന് 6:30 ട്രെയിന് പോകണം. ചാലക്കുടിയിൽ നിന്ന് കയറണം ഞങ്ങൾ. എന്നിട്ട് ബാംഗ്ലൂർ പോയി നമ്മൾ ഇറങ്ങും നാളെ രാവിലെ 7 മണിക്ക്. അപ്പോൾ നമ്മുടെ ടൂർ പാക്കേജുകാർ വന്ന് നമ്മൾ പിക്കപ്പ് ചെയ്യും. പിന്നെ അവിടെ നിന്ന് നമ്മൾ നേരെ മൈസൂർക്ക് പോകും. അങ്ങനെയാണ് അവർ പറഞ്ഞിരിക്കുന്നത്. ബാംഗ്ലൂർ അധികം കറക്കൊന്നുമില്ല, അധികം കറങ്ങി കാണാനുള്ള കാര്യങ്ങളൊന്നും അധികം ഇല്ല എന്നാണ് പറഞ്ഞത്. അപ്പോൾ ബാംഗ്ലൂർ നമ്മൾ ജസ്റ്റ് ചെന്നൊന്ന് ഇറങ്ങണമെന്ന് മാത്രം ട്രെയിനിൽ നിന്ന്. അവിടെ നിന്ന് നമ്മളവർ പിക്കപ്പ് ചെയ്യുന്നത്. അപ്പോൾ ഞങ്ങളും അനിയത്തി ഫാമിലിയും കൂടിയാണ് പോകുന്നത്. സണ്ണി ഫാമിലി വരുന്നില്ല. അവരെ കൊണ്ട് നമ്മൾ കോഴിക്കോട്ടേക്ക് പോയിരുന്നു. പക്ഷേ അത് വിട്ട് ദൂരേക്കൊന്നും ഇപ്പോൾ സണ്ണിക്ക് വരാൻ പറ്റില്ല. അമ്മ അങ്ങനെ വയ്യാതിരിക്കുന്നതുകൊണ്ട് അവരിവിടുത്തെ അല്ലെങ്കിൽ കൊച്ചിന് 1-ാം തീയതി സ്കൂൾ തുറക്കും. ഞങ്ങൾ പോയിട്ട് തിരിച്ചു വരുന്നത് മെയ് 30-ാം തീയതിയാണ്. നമ്മൾ പോകുന്നത് 5 നൈറ്റ്സും 6 ഡേയ്സുമാണ് നമ്മുടെ ടൂർ ട്രിപ്പ് നമ്മൾ പ്ലാൻ ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഓൾറെഡി താഴെ അനിയത്തി ഫാമിലി എത്തിക്കഴിഞ്ഞു. അപ്പോൾ ഞങ്ങളിവിടെ നിന്ന് താഴേക്ക് ഇറങ്ങുകയാണ്. നമ്മുടെ ലഗേജ് കാര്യങ്ങളെല്ലാം വണ്ടിയിൽ വെച്ചിട്ടുണ്ട്. അപ്പോൾ സണ്ണിയുടെ വണ്ടിയിലും പിന്നെ ഒരു ഓട്ടോയും കൂടെ വിളിച്ച് അങ്ങനെയാണ് നമ്മൾ പോകുന്നത്. അപ്പോൾ നമ്മുടെ യാത്രാ വിശേഷങ്ങളെല്ലാം ആയിട്ട്, നമ്മുടെ ടൂറിൻ്റെ വിശേഷങ്ങളൊക്കെ ആയിട്ട് നമുക്ക് വീഡിയോ കാണാം. അപ്പോൾ സിജി ഫാമിലിയൊക്കെ എത്തിക്കഴിഞ്ഞു. ഹലോ, നമസ്കാരം. ഓക്കെ. ഞങ്ങൾക്ക് പോകുന്ന വഴിക്ക് റെയിൻ കോട്ട് വാങ്ങണം. നല്ല മഴയാണ്. മഴയത്താണ് ഞങ്ങൾ ടൂറിന് പോണേ. അപ്പോൾ ഇറങ്ങണം കേട്ടോ. അപ്പോൾ അമ്മോട് ബൈ ബൈ ഒക്കെ പറഞ്ഞ് ഞങ്ങൾ ഇറങ്ങണം. അപ്പോൾ ഞങ്ങൾ പോകണ്ടമ്മേ. അപ്പോൾ ട്രിപ്പൊക്കെ കഴിഞ്ഞിട്ട് വരാം. ഞങ്ങളുടെ ട്രിപ്പൊക്കെ കഴിഞ്ഞിട്ട് വരാം. ഓക്കെ, ബൈ ബൈ. നല്ല സൂപ്പർ മഴ കേട്ടോ. അപ്പോൾ സണ്ണിയുടെ വണ്ടിയിലും അതുപോലെ തന്നെ ഓട്ടോയിലായിട്ടാണ്. അപ്പോൾ ഓട്ടോ ഓൾറെഡി പോയി കഴിഞ്ഞു. ഇനി ഇതാ സണ്ണിയുടെ വണ്ടിയിൽ കയറണം ഞങ്ങൾ. അപ്പോൾ സണ്ണിയും വീടും വരുന്നുണ്ട് ഞങ്ങളെ കൊണ്ടുവന്നാക്കാനായിട്ട്. റെയിൽവേ സ്റ്റേഷനിലേക്ക് വരുന്നുണ്ട്. സ്റ്റീവ് നല്ല ഉറക്കമാണ്. സൂപ്പർ മഴ ദിവസമാണ്. ടൂർ എന്താവോ ഒരു പിടുത്തവും ഇല്ല. ബാംഗ്ലൂരും മൈസൂരും ഒക്കെ എങ്ങനെയാണ് മഴ എന്നൊന്നും ഒരു ഐഡിയ ഇല്ല. നമ്മള് റെയിൻ കോട്ട് വാങ്ങിക്കാനായിട്ട് വന്ന് നിക്കണം കേട്ടോ. ഒരു ടെഡി ബെയർ ഇവിടെ ഫ്രണ്ടിൽ നിന്ന് നമ്മളെ വിളിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. നമ്മളിവിടെ റെയിൻ കോട്ട് വാങ്ങിക്കാനായിട്ട് വർഗീസ് ചേട്ടൻ്റെ കട എന്നും പറഞ്ഞ ഇവിടെ ഒരു ഷോപ്പുണ്ട്. അപ്പോൾ അവിടെ നിർത്തിയേക്കാണ് അവർ റെയിൻ കോട്ട് വാങ്ങിക്കാൻ പോയേക്കാം. ഞങ്ങളുടെ ടൂർ പാക്കേജുകാർ വിളിച്ചു പറഞ്ഞായിരുന്നു റെയിൻ കോട്ടും കൊണ്ടുവന്നോളൂന്ന്. കാരണം മഴയുണ്ടല്ലോ, എല്ലാ സ്ഥലങ്ങളിലും മഴയുണ്ട് ഇപ്പോൾ. അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾ റെയിൻ കോട്ട് വാങ്ങിച്ചുകൊണ്ടിരിക്കണം കേട്ടോ. ചേട്ടനും ജോജിയൊക്കെ പോയി റെയിൻ കോട്ട് വാങ്ങണം. നല്ല രസമുണ്ട്. നല്ല ക്യൂട്ട് ടെഡി വെയറാണ്. എല്ലാവരും വിളിച്ചു വരുത്തുന്നുണ്ട്. നോക്കിയേ ഗ്രേസ് നോക്കി കൈ കൊണ്ട് കാണിക്കണം. അപ്പോൾ അങ്ങനെ ഞങ്ങളിതാ റെയിൽവേ സ്റ്റേഷനിലെത്തി. നമ്മുടെ പെട്ടിയും ബാഗൊക്കെ സണ്ണി എടുത്ത് ഇറക്കി വെച്ചുകൊണ്ടിരിക്കുക. ഇവിടെ ചാലക്കുടി റെയിൽവേ സ്റ്റേഷനൊക്കെ പുതുക്കി പണിതുണ്ട് കേട്ടോ. കുറേ ചേഞ്ചസൊക്കെ കാണാം അവിടെ. ഇവിടെ നമ്മുടെ റോണുട്ടൻ. ഹായ് തക്കു. ഹായ്. തക്കുവിനെ വീട്ടിൽ നിന്നൊന്നും കാണിക്കാൻ പോലും പറ്റിയില്ലേ. കാരണം നിങ്ങളപ്പോഴേക്കും ഓട്ടോയിൽ കയറി ഓട്ടോയിലല്ലേ കയറിയായിരുന്നു. നിങ്ങൾ ഓട്ടോയിൽ കയറിയായിരുന്നു. പിന്നെ നമ്മൾ ഇനിയിപ്പോൾ കുറച്ച് ദിവസത്തേക്ക് ഒരുമിച്ച് കാണാം. നമുക്ക് അപ്പുറത്തെ പ്ലാറ്റ്ഫോമിലേക്ക് കിടക്കണം. അപ്പം അതുകൊണ്ട് നമുക്ക് പയ്യെ ഇവിടെ നിന്ന് അങ്ങടേക്ക് നീങ്ങാം. അപ്പം ഞങ്ങൾ 2ാമത്തെ പ്ലാറ്റ്ഫോമിൽ വന്ന് നിൽക്കണം. ട്രെയിനൊക്കെ കാത്ത്. ട്രെയിൻ എത്തിയിട്ടില്ല. 6:30ക്കാണ് നമ്മുടെ ട്രെയിൻ. അങ്ങനെ ഞങ്ങളെല്ലാവരും ട്രെയിനിൽ കയറി സീറ്റൊക്കെ ഉറപ്പിച്ചു. ഭയങ്കര റഷ് കേട്ടോ ട്രെയിനിൽ നിന്ന്.
ഏതോ 2 ട്രെയിൻ ക്യാൻസൽ ആക്കിയിട്ടുണ്ട്. അപ്പോൾ അതിനോട് ഭയങ്കര റഷാണ്. ഓരോരുത്തരത് ഇങ്ങനെ എത്തി വരുന്നതേ ഉള്ളൂ. ജോജിയൊന്നും എത്തിയിട്ടില്ല. ഡോറിൻ്റെ അടുത്ത് അവിടെ നിന്ന് കടന്നു പോരാൻ പറ്റിയിട്ടില്ല. ചേട്ടൻ പോയിട്ടുണ്ട് ജോജിനെയും കൂടെ കൂട്ടിയിട്ട് കൊണ്ടുവരാനായിട്ട്. ഭയങ്കര റഷാണ്. ഞങ്ങളിങ്ങനെ ഈ ക്യാബിനിലും തൊട്ടപ്പുറത്തേലൊക്കെ ആയിട്ടാണ് ഞങ്ങളുടെ എല്ലാവരുടെയും കൂടെ ടിക്കറ്റ്. ഞങ്ങൾ 7 പേരുണ്ട്. അപ്പോൾ അത് അപ്പുറത്തേലും ഇപ്പുറത്തേലൊക്കെ ആയിട്ടാണ്. എന്തായാലും ഇപ്പോൾ എല്ലാവരും കൂടെ അങ്ങനെ ഇരിക്കുകയാണ്. അപ്പം അങ്ങനെ കൂട്ടാൻ പോയ ആൾ എത്തിപ്പോയി. അവിടെ റഷിൽ വിട്ടേക്കായിരുന്നു. അങ്ങനെ ഞങ്ങളിതാ തൃശ്ശൂർ എത്തിയിട്ടുണ്ട്. സമയം പോയതൊന്നും അറിഞ്ഞില്ല. വളരെ വേഗത്തിൽ തന്നെ അവിടെ എത്തി. അങ്ങനെയാണ് ഞങ്ങൾക്ക് തോന്നിയത്. കാരണം ഒന്നാമത് റഷും പിന്നെ കയറി നമ്മളിരുന്ന് കുറച്ച് സമയം വർത്താനമൊക്കെ പറഞ്ഞപ്പോഴേക്കും അങ്ങനെ സമയം പോയി. പിന്നെ ഫുഡൊക്കെ ഞങ്ങൾ എടുത്തിട്ടുണ്ട്. അപ്പോൾ ഫുഡ് ഞങ്ങൾ ഈ സമയത്ത് തൃശ്ശൂരൊക്കെ എത്തിയ സമയത്ത് ഇരുന്ന് ഫുഡൊക്കെ കഴിച്ചു കേട്ടോ. അപ്പോൾ എല്ലാവർക്കും ഗുഡ് മോർണിംഗ്. ഞങ്ങളിതാ ബാംഗ്ലൂർ എത്തിക്കൊണ്ടിരിക്കുന്നു. രാവിലെ എണീറ്റ് 7 മണി. ഇപ്പോൾ എത്രയും സമയം? 7 മണി നമ്മളോട് പറഞ്ഞായിരുന്ന ടൈം. ബാംഗ്ലൂർ എത്തുന്നു. അതേപോലെ തന്നെ റൈറ്റ് ടൈമിന് ഇതാ ബാംഗ്ലൂർ എത്തിക്കൊണ്ടിരിക്കുന്നു. ഇനി ഇവിടുന്ന് നമ്മുടെ ടൂർ പാക്കേജ് ഡ്രൈവർ വരും കൊണ്ടുപോകാനായിട്ട്, പിക്കപ്പ് ചെയ്യാനായിട്ട്. അപ്പോൾ പുറത്തിറങ്ങിയിട്ട് വേണം ആളെ വിളിക്കാനായിട്ട്. അങ്ങനെ ഞങ്ങളിതാ ബാംഗ്ലൂർ വന്ന് ഇറങ്ങിയിട്ടോ. നമ്മൾ റെയിൽവേ സ്റ്റേഷനിലെത്തി. അങ്ങനെ ഞങ്ങൾ ട്രെയിനിൽ നിന്ന് പുറത്തിറങ്ങി നിന്നേപ്പിക്കും തന്നെ ഡ്രൈവർ ചേട്ടനെ വിളിച്ചപ്പോഴേക്കും തന്നെ ഉടനെ തന്നെ ഡ്രൈവർ ചേട്ടൻ എത്തി. അപ്പോൾ അങ്ങനെ ഞങ്ങളിതാ ഉള്ളിൽ നിന്ന് നമ്മുടെ റെയിൽവേ സ്റ്റേഷൻ്റെ ഉള്ളിൽ നിന്ന് പുറത്തേക്ക് കിടക്കണം കേട്ടോ. ഇതാണ് ഞങ്ങളുടെ ഡ്രൈവർ കേട്ടോ. ഡ്രൈവർ ചേട്ടൻ എത്തിയിട്ടുണ്ട്. നമുക്ക് ഇന്നോവയാണ് കിട്ടിയേക്കണേ. ഇന്നോവയിലായിരിക്കും നമ്മുടെ ടൂർ മൊത്തം. അപ്പോൾ അങ്ങനെ ഞങ്ങൾ ഇവിടുന്ന് യാത്ര തിരിക്കുകയാണ്. അങ്ങനെ ഞങ്ങളിതാ ബാംഗ്ലൂർ റെയിൽവേ സ്റ്റേഷൻ്റെ അടുത്ത് നിന്ന് പുറപ്പെട്ടിരിക്കുന്നു. ഇനി നമ്മൾ നേരെ പോകുന്നത് മൈസൂർക്കാണ്. അപ്പോൾ ഇവിടുന്ന് 3 മണിക്കൂർ യാത്രയുണ്ടെന്നാണ് പറഞ്ഞത്. അപ്പോൾ ഇപ്പോൾ 7:30 ആയി ടൈം. രാവിലെ 7:30 ആയി നമ്മൾ വണ്ടിയിലേക്ക് കയറിയിപ്പിക്കും. അപ്പോൾ ഇനി നേരെ 3 മണിക്കൂർ യാത്ര. ഞങ്ങൾ ആദ്യമായിട്ടാട്ടോ ബാംഗ്ലൂർക്കൊക്കെ വരുന്നത്. ആദ്യമായിട്ടാണ് ബാംഗ്ലൂർ സിറ്റിയൊക്കെ കാണുന്നത്. ഞങ്ങൾ ഫ്ലൈറ്റിനൊക്കെ വരുമ്പോൾ ലേ ഓവർ ഉണ്ടാവാറുണ്ട് ബാംഗ്ലൂർ. പക്ഷേങ്കിൽ നമ്മൾ പുറത്തേക്കൊന്നും വരുന്നില്ലല്ലോ. സിറ്റിയൊന്നും നമുക്ക് കാണാൻ പറ്റാറില്ല. നമ്മൾ എയർപോർട്ടിൻ്റെ ഉള്ളിൽ തന്നെയാണല്ലോ ആവാറ്. പിന്നെ നമ്മുടെ ഈ വീഡിയോ കുറേ ദിവസം കഴിഞ്ഞിട്ടാണ് നിങ്ങളുടെ അടുത്തേക്കൊക്കെ എത്തുന്നതെന്ന് എനിക്കറിയാം. കാരണം ഞങ്ങൾ നാട്ടിൽ വന്നിട്ട് ഇങ്ങനെ ഓരോ സ്ഥലങ്ങളിലേക്കൊക്കെ കറങ്ങാൻ പോക്കൊക്കെ ആയിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് എനിക്ക് ഒട്ടും ടൈം കിട്ടിയില്ല എഡിറ്റ് ചെയ്യാനൊന്നും. അപ്പോൾ അതുകൊണ്ടാണ് നമ്മുടെ വീഡിയോസ് എല്ലാം അങ്ങനെ വൈകി വരുന്നത്. ഞാൻ ബസ്സിൽ ചെന്നാലും കുറേ ദിവസത്തേക്ക് നമ്മുടെ കേരള വീഡിയോസ് ഓടിക്കൊണ്ടിരിക്കുന്നതായിരിക്കും. അപ്പോൾ നമ്മുടെ ഫ്രണ്ട്സ് എല്ലാവരും ഒന്ന് എന്നോട് അഡ്ജസ്റ്റ് ചെയ്യുക. കാരണം എഡിറ്റിംഗ് ചെയ്യാൻ ടൈം കിട്ടാത്തതുകൊണ്ട് മാത്രമാണ് വൈകുന്നത് വീഡിയോസ്. ഇവിടെ നല്ല മഴക്കാരുണ്ട്. മഴ പെയ്യുമെന്നറിയില്ല. മരങ്ങളൊക്കെ ഇങ്ങനെ 2 സൈഡിൽ നിന്ന് ഇങ്ങനെ കൊടുത്തിട്ട് ഒരു ഇരുട്ട അവസ്ഥയിൽ കൂടെ നമ്മൾ പോകണം. ഇപ്പോൾ നല്ലൊരു ഇരുട്ടും മഴക്കാരും ഒക്കെ കൂടെ ആയിട്ട് ഇപ്പം മഴ പെയ്യുമെന്ന് തോന്നുന്നു. ഇവിടെ പെയ്താലും കുഴപ്പമില്ല. ഞങ്ങൾ മൈസൂർക്ക് പോണേ. അവിടെ പെയ്യാണ്ടിരുന്നാൽ മതി. നമ്മൾ കറങ്ങി കാണാൻ ആഗ്രഹിക്കുന്ന സ്ഥലത്ത് മഴ പെയ്താൽ നമുക്ക് പണി കിട്ടും. നമുക്ക് ബാംഗ്ലൂരിൽ അധികം കറക്കമൊന്നുമില്ല. ബാംഗ്ലൂരിൽ നിന്ന് നമ്മൾ നേരിട്ട് മൈസൂർക്ക് പോകണം. അപ്പോൾ ഞങ്ങൾ ബാംഗ്ലൂരിൽ തന്നെയുള്ള ഒരു ഹോട്ടലിലേക്കാണ് ആദ്യം കൊണ്ടുവന്നത്. അപ്പോൾ അവിടെ പോയി നമ്മളൊന്ന് ഫ്രഷായി ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിഞ്ഞിട്ടാണ് നമുക്ക് മൈസൂരിലേക്കുള്ള യാത്ര. നമ്മൾ ട്രെയിനിൽ നിന്ന് ഇറങ്ങിയതേ ഉള്ളൂ. അപ്പോൾ ഒന്ന് ഫ്രഷ് ആവാനായിട്ട് നമ്മൾ ഹോട്ടലിലേക്ക് ആദ്യം കൊണ്ടുപോകണം. ഞങ്ങൾക്ക് ഫ്രഷ് ആവേണ്ട ഹോട്ടലിലേക്ക് എത്തി. നമ്മൾ ഹോട്ടൽ കടമ്പ ഇവിടെ ഇറങ്ങി ഞങ്ങൾ ഫ്രഷ് ആയിട്ടാണ് ഇനി മൈസൂർക്ക് പോകുന്നത്.
അങ്ങനെ ഞങ്ങളെല്ലാവരും ഫ്രഷായി ഇതാ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനായിട്ട് വന്നിരിക്കണം കേട്ടോ. അപ്പോൾ ഇവിടെ നമ്മൾ ഓർഡർ കൊടുത്തിരുന്നത് തട്ട് ദോശയാണ്. അപ്പോൾ തട്ട് ദോശ, ചട്നി, പിന്നെ അതിൻ്റെ കൂടെ സാമ്പാർ കറി, നല്ല അടിപൊളി ടേസ്റ്റി തട്ട് ദോശയായിരുന്നു. ശരിക്കും പറഞ്ഞാൽ മസാല ദോശയൊക്കെ അങ്ങനെ കഴിച്ചിട്ടുണ്ടെങ്കിൽ ഇങ്ങനത്തെ ഇത്രയും കട്ടിയിലുള്ള ദോശ ഞാൻ ആദ്യമായിട്ട് കഴിക്കണേ. നല്ല ടേസ്റ്റി ആയിരുന്നു കേട്ടോ. പിന്നെ അതിൻ്റെ കൂടെ ഒരു ബട്ടറും കൂടെ തന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ എന്തായാലും എല്ലാവർക്കും നല്ല വിശപ്പും പിന്നെ രാവിലത്തെ ടൈമും കൂടെ അല്ല, ഇനി ഇവിടുന്ന് ലോങ് ജേർണി കിടക്കണം ഞങ്ങൾക്ക്. അപ്പോൾ എല്ലാവരും ഇതാ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിനോടൊപ്പം നല്ല ചൂടൻ ചായയും കാപ്പിയൊക്കെ ആയിട്ട് എല്ലാവരും ഇഷ്ടമുള്ളതുപോലെയൊക്കെ വാങ്ങി കഴിച്ച് എന്നിട്ടാണ് ഞങ്ങൾ ഇവിടുന്ന് ഇറങ്ങുന്നത്. അപ്പോൾ ഞങ്ങൾ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിഞ്ഞ് അവിടുന്ന് പുറപ്പെട്ടു. ഇനി 1.5 മണിക്കൂറും കൂടെ യാത്ര ചെയ്ത് നമ്മൾ മൈസൂരെത്തും. മഴയ്ക്ക് കാറുണ്ടെങ്കിലും മഴ പെയ്യാതെ അങ്ങനെ നിൽക്കുന്നുണ്ട്. ഇടയ്ക്കൊക്കെ ഒരു വെയിലൊക്കെ കണ്ടായിരുന്നു കേട്ടോ. വെയിലൊക്കെ പോയി, ഇപ്പോഴും മഴക്കാരുണ്ട്, പക്ഷെ മഴയൊന്നുമില്ല. നല്ല അന്തരീക്ഷമാണ് ഇപ്പോൾ. ബാംഗ്ലൂരിൽ നിന്ന് മൈസൂരിലേക്കുള്ള യാത്ര നല്ല അടിപൊളിയായിരുന്നു കേട്ടോ. ശരിക്കും പറഞ്ഞാൽ പോകുന്ന വഴിക്ക് 2 സൈഡിലുള്ള പച്ചപ്പ് കാര്യങ്ങൾ, മലകൾ, ചെറിയ ചെറിയ കുന്നുകൾ ഒക്കെ കണ്ടുപോകാൻ നല്ല ഒരു പ്രകൃതി ഭംഗി. അതും 4 വീലറിൽ നമ്മൾ പോകുമ്പോൾ നമുക്ക് 2 സൈഡിലെയും കാഴ്ചകളൊക്കെ കണ്ടുപോകാൻ പറ്റും. അപ്പോൾ ഇങ്ങനത്തെ ഒരു യാത്ര ശരിക്കും പറഞ്ഞാൽ നന്നായി എൻജോയ് ചെയ്തു ഞങ്ങൾ. തെങ്ങും പാടവും മരങ്ങളും ഒക്കെ ആയിട്ടുള്ള കാഴ്ചകളൊക്കെ നല്ല ഭംഗിയുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ എൻജോയ് ചെയ്ത് ഞങ്ങളിതാ മൈസൂരിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. മൈസൂർ എത്തിയിട്ടില്ല, അതിന് മുമ്പ് തന്നെ ഇതാ മഴയൊക്കെ കിട്ടിത്തുടങ്ങി. നല്ല സൂപ്പർ മഴയാണ്, നന്നായി പെയ്യുന്നുണ്ട്. അവിടെ ചെല്ലുമ്പോൾ എന്താവും അറിയില്ല. ഇപ്പം നമ്മൾ വണ്ടിയിലാണ്, അപ്പോൾ പിന്നെ കുഴപ്പമില്ല. അവിടെ ചെന്ന് നമ്മൾ സൈറ്റ് സീയിങ്ങിനൊക്കെ ഇറങ്ങുമ്പോൾ എന്താവും ഒരു പിടുത്തമില്ല. വഴിയിൽ വെച്ച് മഴയൊക്കെ കിട്ടിയായിരുന്നെങ്കിലും പിന്നെ മഴ നിന്നു കേട്ടോ. ഇവിടെയൊക്കെ ഇങ്ങനെ 2 വശത്തുനിന്ന് വലിയ വലിയ മരങ്ങൾ ഇങ്ങനെ കൂട്ടിമുട്ടി ഇങ്ങനെ നിൽക്കുന്ന ആ ഒരു ഭംഗിയുണ്ടല്ലോ, അത് ഒരു പ്രത്യേക ഭംഗിയാട്ടോ. സൂപ്പറാണ് ഈ സീനറിയൊക്കെ കാണാനായിട്ട്. ഞങ്ങളങ്ങനെ മൈസൂരെത്തി. മൈസൂരിന് ഇവിടെ നമുക്ക് ഹോട്ടലിൽ നമ്മുടെ പെട്ടിയൊക്കെ ഇറക്കി വെച്ച് ലഗേജ് കാര്യങ്ങളെല്ലാം ഇറക്കി വെച്ച് ഫ്രഷ് ആയതിന് ശേഷമാണ് ഇവിടുന്ന് അടുത്ത ട്രിപ്പ്. ഇവിടുത്തെ ഞങ്ങളുടെ സ്റ്റേ എന്ന് പറയുന്നത് ഗോൾഡൻ കാസിൽ, ഈ ഒരു ഹോട്ടലിലാണ്. അപ്പോൾ ഞങ്ങളുടെ ലഗേജ് കാര്യങ്ങളൊക്കെ എടുത്ത് ഞങ്ങൾ ഹോട്ടലിലേക്ക് കയറണത്. ഇവിടുന്ന് അങ്ങോട്ടേക്കുള്ള വിശേഷങ്ങളൊക്കെ ആയിട്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ കൂടെ വരാം. അപ്പോൾ എല്ലാവർക്കും ബൈ ബൈ.